രക്തം കട്ട പിടിച്ച മൃതശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, തുടക്കകാലങ്ങളിൽ മക്കയിൽ നിന്നും മുസ്ലിമായവരിൽ ഏഴാമതായി ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. അടിമയായി തന്നെ ജനിച്ചും ജീവിച്ചും മരിച്ചും ആ സ്ത്രീക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നു. പക്ഷേ പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറുന്നതും അതേ സ്ത്രീ തന്നെയായിരുന്നു. റസൂലിൻ്റെ ഏറെ പ്രിയരിൽപ്പെട്ട അമ്മാർ ബിൻ യാസിർ അലി അള്ളാഹുവിൻ്റെ പ്രിയ മാതാവും യാസിർ അലി അള്ളാഹുവിൻ്റെ സഹധർമ്മിണി കൂടിയാണ് സുമയ്യ ബീവി. ബീവിയുടെ അചഞ്ചലമായ ഏകദൈവ വിശ്വാസത്തിന് മുമ്പിൽ മക്ക കണ്ട ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള അബൂജഹലിൻ്റെ കടാര പോലും തുരുമ്പെടുത്ത് കഴിഞ്ഞിരുന്നു. ഏകദേശം 1 വർഷത്തോളം സുമയ്യ ബീവിയും കുടുംബവും രഹസ്യമായിട്ട് തന്നെ അള്ളാഹുവിനെ ആരാധിച്ചു. ബീവിയും കുടുംബവും അള്ളാഹുവിൽ ആരാധിക്കുന്നുണ്ട് എന്നറിഞ്ഞ അബൂജഹലും കൂട്ടരും ആ ഒരു കുടുംബത്തെ ബന്ദിയാക്കുകയും പിന്നീട് ചുട്ടുപഴുത്ത മരുഭൂമിയിൽ വിവസ്ത്രരാക്കിയും മൃഗീയമായിട്ട് തന്നെ അവരെ ആക്രമിക്കാൻ ആരംഭിക്കുകയാണ്. മുഹമ്മദിനെയും അവരുടെ വിശ്വാസത്തെയും നിങ്ങൾ നിഷേധിക്കണമെന്നും മാത്രമല്ല അതോടൊപ്പം തന്നെ ലാത്തയെയും മറ്റു ബിംബങ്ങളെയും നിങ്ങൾ ആരാധിക്കണമെന്നും ആക്രമിക്കുന്നതിനിടയിലായി അബൂജഹൽ അവരെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയേറെ യാതനകൾ സഹിച്ചിട്ടും അള്ളാഹു അഹദ് എന്ന മധുരമേറിയ മറുപടി മാത്രമായിരുന്നു ബീവിയുടെയും കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. മറ്റു മാർഗങ്ങളൊന്നും തന്നെ ചിന്തിക്കാതെ ക്രൂരനായ അബൂജഹൽ സുമയ്യ ബീവിയുടെ അടിവയറ്റിലേക്ക് തൻ്റെ കടാര ഇറക്കിക്കൊണ്ട് തന്നെ മൃഗീയമായിട്ട് തന്നെ കൊലപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ഇസ്ലാമിലെ ആദ്യ ഷഹീദിന്റെ രക്തത്തിന്റെ ഗന്ധം മക്കയിലാകെ പടർന്നു പൊങ്ങി. ഏകനായ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചത് കാരണത്താൽ ഒരാൾ ഷഹീദായി എന്നൊരു വാർത്ത റസൂലിനെ ഏറെ ദുഃഖത്തിലായി. പിന്നീട് ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അബൂജഹലിന്റെ രക്തം കട്ടപിടിച്ച മൃതശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് അമ്മാർ ബിൻ യാസിർ അലി അള്ളാഹുവിനോട് പ്രവാചകൻ പറയുന്നുണ്ട്, താങ്കളുടെ മാതാവിനെ വധിച്ചവൻ ഇതാ അള്ളാഹു വധിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന്.